ഹലോ ഡിയർ സൂപ്പർ കൺപടി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷ് കൺമണിയെ തിരിച്ചു കൊണ്ടുവരാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മാനസ വരുന്നുണ്ട്. കൈയൊക്കെ ഓടിച്ചത് ആരാണെന്നൊന്നും പറയുന്നില്ല. എനിക്കിപ്പോൾ എന്താണ് പ്രശ്നം എന്നൊന്നും ആരും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് ആൻ്റിയമ്മയോട് ചൂടായിക്കൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അവിടേക്ക് സാഗറും സുജുവും കൂടി വരുന്നുണ്ട്. എന്ത് പറ്റി മോളെ കയ്യിനെന്നൊക്കെ പറയുന്നുണ്ട്. മാനസിക്കാണെങ്കിലും അത് തുറന്ന് പറയാനും പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലിരിപ്പ് കാരണം കിട്ടിയതാണെന്നുള്ള കാര്യം. അത് എനിക്കൊന്ന് ഒരു അബദ്ധം പറ്റിയതാണ് ആൻറ്റി, കാരണം ഞാനൊന്ന് വീണു, അതുകൊണ്ടാണ്. അയ്യോ മോളെ എന്തെങ്കിലും സംഭവിച്ചോ, ഇതിൽ വേറൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് കൃപ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ അമ്മേ ഒരു കാര്യം അറിഞ്ഞു, കൺമണിക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന മാനസ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സുജു സാഗർ ഒന്നും മിണ്ടുന്നില്ല. ആൻറ്റിയമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൃഷ് അവളെ കൊണ്ടുവരാൻ പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃപ. അപ്പോഴത്തേനും മാനസ പറയുന്നുണ്ട്, എന്തിനാണ് അവളെ കൊണ്ടുവരാൻ അവൻ പോയിരിക്കുന്നത്? അതിനിപ്പോൾ മാനസയ്ക്ക് ഇപ്പോൾ എന്താ പ്രശ്നം? ഏട്ടൻ കൺമണിയെ കൊണ്ടുവന്നാൽ മാനസയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുന്നുണ്ട്. മാനസ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോയവളല്ലേ, പിന്നെ ഇനിയിപ്പോൾ ആ കാര്യത്തിലേക്ക് എന്താ തിരിഞ്ഞു നോട്ടം? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ കൃപയും അതുപോലത്തെ മാനസയും കൂടി ഒന്ന് കൂടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ മനസ്സ് പറയുന്നുണ്ട്, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല, ഞാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചേച്ചിയമ്മ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ, മോളെ പോവല്ലേ എന്ന്. ആൻറ്റിയമ്മ വിട്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ആൻറ്റിയമ്മയോട് കൃപ പറയുന്നുണ്ട്, ആൻറ്റിയമ്മയെ ഒന്ന് വിട്ടേക്ക്, അവൾ പൊയ്ക്കോട്ടെ, നീ ഒന്ന് പോടി, ഇവളെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂടുന്നുണ്ട്. പക്ഷേ മാനസിയാണെങ്കിൽ ഇറങ്ങിപ്പോകുന്നു കേട്ടോ. പിന്നീട് കൃഷ്ണനെയും കൺമണിയെയും കാണുന്നുണ്ട് കേട്ടോ. വാസുകിയും അതുപോലെ തന്നെ അയ്യപ്പനും വഴിയിൽ വെച്ചിട്ട് തന്നെ അവരെ കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ രാജാവിനെയും രാജ്ഞിയും ഞങ്ങൾ വെറുതെ വിടുമോ? ഞങ്ങൾ അവരുടെ തുണയായിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളാണോ വരുണിൻ്റെയും മാനസയുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്? അത് ഞങ്ങൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രക്ഷിക്കാൻ നിങ്ങൾ എന്നും ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോഴത്തേനും, നിങ്ങൾക്ക് എപ്പോഴും കാവലായിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും പട്ടാഭിഷേകം അവിടെ വെച്ച് തന്നെ നടത്തണം എന്ന രീതിയിലൊക്കെ പറയുന്നു. ഈ കൺമണിയും കൂട്ടിക്കൊണ്ട് കൺമണിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. അങ്ങനെ അച്ഛന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ധനലക്ഷ്മി അത് കാണുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്, ഇനി കൺമണിയുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ശുഭകരമായിട്ടുള്ള ഒരു അവസാനമായിട്ടോ കാണുന്നത്. എന്തായാലും കൺമണി തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ കൃഷ്ണനും കൺമണിയും ആർക്കും പിരിക്കാനും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ കഴിയുന്നത്. എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.